വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ട്രേസിംഗ് വീൽ ഉപയോഗിച്ചിട്ട് നമുക്ക് പാറ്റേൺ മാർക്കിംഗ് എങ്ങനെ ഫാബ്രിക്കിലേക്ക് ട്രേസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, വീഡിയോ കാണാം. ട്രേസിംഗ് വീല് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന പാറ്റേൺ തയ്ക്കാൻ പോകുന്ന ഫാബ്രിക്കിലേക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഇതിൻ്റെ ടിപ്പിൽ ഇങ്ങനെ ഒരു വീലുണ്ട്, നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏത് പാറ്റേൺ വേണമെങ്കിലും നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത പാറ്റേൺ നമുക്ക് ഇത് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈസി ആയിട്ട്. ട്രേസിംഗ് വീൽ ഉപയോഗിച്ചിട്ട് നമുക്ക് മാർക്കിംഗ് കൊടുക്കാൻ ആദ്യം ട്രേസിംഗ് വീൽ വേണം, പിന്നെ നമ്മൾ ഏത് പാറ്റേൺ ആണോ ഡ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് അത് വേണം. ഇവിടെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് നെക്ക് ഷേപ്പ് ഇങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏത് തുണിയിലേക്കാണോ നമുക്ക് ഈ പാറ്റേൺ മാർക്ക് ചെയ്യേണ്ടത് അത് വേണം. പിന്നെ ഇവിടെ ഞാൻ 2 കളർ കാർബൺ പേപ്പർ എടുത്തിട്ടുണ്ട്, ഡാർക്ക് കളറും എടുത്തിട്ടുണ്ട്, ലൈറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് കളർ തുണിയാണെങ്കിൽ ഡാർക്ക് കളർ പേപ്പർ എടുക്കുക, ഡാർക്ക് കളർ തുണിയാണെങ്കിൽ ഈ ഒരു ലൈറ്റ് കളർ കാർബൺ പേപ്പർ എടുക്കുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഏത് ഫാബ്രിക്കിലേക്കാണോ നമുക്കിത് മാർക്കിംഗ് കൊടുക്കേണ്ടത് അത് വെക്കുക, പിന്നെ കാർബൺ പേപ്പർ വെക്കുക, പിന്നെ പാറ്റേൺ പേപ്പർ വെക്കുക. ഞാനിപ്പോൾ ഇവിടെ കാർബൺ പേപ്പർ യൂസ് ചെയ്തേക്കണമെന്നേ ഉള്ളൂ. ട്രേസിംഗ് പേപ്പറൊക്കെ കിട്ടും, അപ്പോൾ പല കളറിലെ ട്രേസിംഗ് പേപ്പർ കിട്ടും, അത് ഉപയോഗിച്ചിട്ടായാലും ഇങ്ങനെ മാർക്കിംഗ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എവിടെയാണോ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് അവിടെ ജസ്റ്റ് അവിടെ മാത്രമായിട്ട് നമുക്ക് ഈ കാർബൺ പേപ്പർ വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് നെക്ക് ഷേപ്പാണ് കൊടുത്തേക്കണല്ലോ, അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഇങ്ങനെ വെക്കുക. ഞാനിവിടെ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്, കാരണം നമ്മൾ ഈ ട്രേസിംഗ് വീൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഡ്രാഫ്റ്റിംഗ് തുണിയിലേക്ക് മാർക്ക് വരുമ്പം ഈ തുണിയോ അല്ലെങ്കിൽ പേപ്പറോ ഒക്കെ ഒന്ന് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ആ മാർക്കിംഗ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പിൻ ചെയ്യണത് നല്ലതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഒരു തുണിയുടെ നമ്മൾ ഏത് തുണിയാണോ എടുക്കുന്നത് അതിൻ്റെ റോങ് സൈഡാണിത്, റോങ് സൈഡിലാണ് ഈ മാർക്കിംഗ് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ട്രേസിംഗ് വീല് ഈ ഒരു മാർക്കിങ്ങിൽ കൂടെ ഒരു മീഡിയം പ്രഷർ കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ അതിലൂടെ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവുക. അപ്പോൾ ഇത് വെക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കട്ടിയുള്ള പേപ്പർ താഴെ വെക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടുന്ന ഒരു പേപ്പർ, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മാർക്കിംഗ് ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പേപ്പറോ അല്ലെങ്കിൽ കട്ടിയുള്ള തുണിയോ വിരിച്ചാലും മതി. എന്നിട്ട് നമ്മൾ ഈ പിന്നൊന്ന് മാറ്റി കൊടുക്കണം. നമുക്കിവിടെ കറക്റ്റ് ഈ ഒരു മാർക്കിംഗ് കിട്ടിയിട്ടുണ്ടാവും. ലൈറ്റായിട്ടായിരിക്കും, ലൈറ്റായിട്ടുള്ള മാർക്കിംഗ് ആണ് കിട്ടുക. ഇങ്ങനൊരു ബ്ലൂ കളറിൽ ഇങ്ങനൊരു മാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. അതേ ഷേപ്പിൽ ഇങ്ങനെ മാർക്കിംഗ് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഡാർക്ക് കളർ തുണി എടുക്കുന്നെങ്കിൽ ലൈറ്റ് കളർ പേപ്പർ, ട്രേസിംഗ് പേപ്പർ എടുക്കണം, അല്ലെങ്കിൽ കാർബൺ പേപ്പർ എടുക്കണം. എന്നിട്ട് സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് ഈ പിൻ മാറ്റുന്നതിന് മുമ്പ് ഒന്നും കൂടെ ചെക്ക് ചെയ്യണം ഇതിൻ്റെ ഈ തുണിയിൽ ഈ മാർക്കിംഗ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇൻ കേസ് ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ തന്നെ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. അതിനാണ് നമ്മൾ ഈ പിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ പിൻ ചെയ്യുമ്പം അതിന് ഒട്ടും ഈ പേപ്പറോ തുണിയോ നീങ്ങുന്നില്ല, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് കിട്ടും ഒന്നും കൂടെ. ഇപ്പോൾ ഈ ഒരു ഡാർക്ക് കളർ തുണിയിലും നമുക്ക് ഇതുപോലെ ഇങ്ങനൊരു വളരെ ലൈറ്റായിട്ട് ഈ നെക്ക് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ട്രേസിംഗ് വീൽ ഉപയോഗിച്ചിട്ട് നമുക്കിപ്പോൾ നെക്ക് ലൈൻ മാത്രമല്ല ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്, ബ്ലൗസിൻ്റെ ഡാർട്സ് കൊടുക്കാൻ പറ്റും, പ്ലീറ്റ്സിന് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. അതുപോലെ കുർത്ത തയ്ക്കുമ്പോഴത്തേക്കും സീം അലവൻസ്, കുർത്തയുടെ ബ്ലൗസിൻ്റെ ഒക്കെ സീം അലവൻസ് നമുക്ക് സൈഡിൽ ഇതുപോലെ ഇതുപോലത്തെ സെയിം മെത്തേഡ് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് തയ്ക്കാൻ വരും. അപ്പോൾ നമുക്ക് അത്ര വിസിബിൾ ആയിരിക്കില്ല, എന്നാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ലൈറ്റായിട്ടുള്ളൊരു മാർക്കിംഗ് ആയിരിക്കും കാണുന്നത്.
ട്രേസിംഗ് വീല് പാറ്റേൺ മേക്കിംഗ് ചെയ്യുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. കാരണം ഈസി ആയിട്ട് ഏത് പാറ്റേൺ വേണമെങ്കിലും നമുക്ക് ഫാബ്രിക്കിലേക്ക് ഇത് ഉപയോഗിച്ച് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.